ഒരു ബുദ്ധസന്യാസിയെ ഗ്രാമത്തിൽ നിന്നും കാണാതായതോടെ അയാളെ തിരക്കി മറ്റ് സന്യാസിമാർ വനത്തിലേക്ക് പോകുന്നു. വനത്തിൽ അവർ കാണുന്ന കാഴ്ച അവരുടെ രക്തം പോലും മഴയിപ്പിക്കുവാൻ ശേഷിയുള്ള ഒന്നായിരുന്നു. വനത്തിൻ്റെ ഒരു വലിയ മരത്തിൻ്റെ താഴെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ സന്യാസിയെയാണ് അവർ കണ്ടത്. അയാൾക്കരികിലേക്ക് ചെന്നപ്പോൾ ആ ശരീരത്തിൽ നോക്കുവാൻ പോലും അവർ ഭയപ്പെട്ടിരുന്നു. അത്രയും വികൃതമായിരുന്നു ആ ശരീരം. അതിനു പുറമെ അവരെ ഭയപ്പെടുത്തിയത് മറ്റൊരു കാഴ്ചയായിരുന്നു. ആ ശരീരത്തിൻ്റെ അരികിൽ പതിഞ്ഞിരുന്ന കടുവയുടെ കാലടയാളങ്ങൾ. ഒരു കടുവയുടെ കാലടയാളം മാത്രമായിരുന്നില്ല, അതിൻ്റെ കുഞ്ഞുങ്ങളുടെയും കാൽപ്പാടുകൾ വ്യക്തമായി അവിടെ കാണാമായിരുന്നു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് കപ്തായി വനത്തിലും അതിനരികിലുള്ള ഗ്രാമങ്ങളിൽ നടന്ന ഒരു കടുവയുടെ നരവേട്ടയുടെ കഥയാണ്. ഷാരൂഖ് എന്ന ഒരു വേട്ടക്കാരൻ്റെയും അദ്ദേഹം നടത്തിയ സാഹസികമായ യാത്രയുടെയും കഥയാണ് നമ്മളിന്ന് പറയുവാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പറ്റുന്നവർ ഒന്ന് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുവാനും മറക്കല്ലേ. ഇനിയും കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. കപ്തായി ഡാമിൻ്റെ പണി പുരോഗമിക്കുന്ന കാലമാണ്. ഈ കപ്തായി ഡാം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പണ്ടത്തെ കിഴക്കൻ പാകിസ്ഥാൻ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലാണ് കപ്തായി ഡാം സ്ഥിതി ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ തന്നെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നാണ് ഈ കപ്തായി ഡാം. അത് പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ധാരാളം സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട്. വലിയ വെള്ളപ്പൊക്കങ്ങൾ, വലിയ ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി, ഒരുപാട് പേർ പലായനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് പണിയുന്ന കാലത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എൻ്റെ കൂടെയുള്ള അടുത്ത സുഹൃത്തുക്കളോടൊപ്പം ആ വലിയ പ്രോജക്റ്റ് ഒന്ന് നേരിട്ട് കാണാനും കുറച്ചു ദിവസം അവിടെ അടിച്ചു പൊളിക്കുവാനുമാണ് ഞാൻ ചിറ്റഗോങ്ങിൽ നിന്നും കപ്ത എന്ന സ്ഥലത്തേക്ക് എത്തിയത്. അവിടെയുള്ള ഗവൺമെൻറ്റിന് തന്നെ റെസ്റ്റ് ഹൗസിലായിരുന്നു ഞങ്ങൾ താമസ സൗകര്യം ഒരുക്കിയത്. ഒരു ഉയർന്ന കുന്നിൻ്റെ മുകളിലാണ് ആ റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്തത്. ആ റെസ്റ്റ് ഹൗസിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു വല്ലാത്ത ഫീലായിരുന്നു കിട്ടിയത്. കുന്നിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കിയാൽ കപ്തായിലെ ആ ചെറിയ നഗരമുണ്ടല്ലോ, ഒരൊറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ കഴിയും. അതിന് ചുറ്റും ഒരു കാവൽക്കാരൻ എന്ന പോലെ പച്ചപ്പാർന്നു നിൽക്കുന്ന കുന്നുകൾ. കണ്ടാൽ പ്രകൃതി ഒരുക്കിയ ഒരു കോട്ട പോലെയാണ് നമുക്ക് തോന്നുക. റെസ്റ്റ് ഹൗസിൻ്റെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കർണഫുലി പുഴ അങ്ങ് ദൂരെ ഒരു കൂറ്റൻ കറുത്ത പാമ്പിനെ പോലെ കാടിനുള്ളിലൂടെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നത് കാണാൻ കഴിയും. ആ പുഴയുടെ തീരത്ത് എഞ്ചിനീയർമാരുടെയും തൊഴിലാളികളുടെയും ഒരു വലിയ നിര തന്നെ നിൽക്കുന്നതും കാണാം. അവിടെ ഡാമിൻ്റെ പണി അതിൻ്റെ എല്ലാ ആവേശത്തിലും നടക്കുകയാണ്. കൂറ്റൻ ബുൾഡോസറുകൾ ആ മണ്ണ് കീറി മുറിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴുണ്ടാകുന്ന ആ കാതടപ്പിക്കുന്ന ശബ്ദം കുന്നിൻ മുകളിൽ പോലും മുഴങ്ങി കേൾക്കാം. ആ പുകയുടെയും മണ്ണിൻ്റെയും ഗന്ധം അന്തരീക്ഷത്തിലാകെ പടർന്നിരിക്കുന്നു. അമേരിക്കയിൽ നിന്നെത്തിയ എഞ്ചിനീയർമാർ പല നിറത്തിലുള്ള കുടകൾക്ക് താഴെ നിൽക്കുന്നു. മാപ്പുകൾ പരിശോധിക്കുന്നു. തൊഴിലാളികൾ ആക്രോശിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നു. ഞങ്ങൾ അവിടെ എത്തിയ ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കത്തുന്ന ഉച്ച സമയം. കർണഫുലി പുഴയുടെ മറുകരയിൽ നിന്നും ഞങ്ങളുടെ ജീപ്പ് ഒരു ഫെറിയിൽ കയറ്റിയാണ് ഞങ്ങൾ ക്ലിപ്തായി മണ്ണിൽ ചവിട്ടുന്നത്. ആ പുഴ കടക്കുമ്പോൾ വെള്ളത്തിൻ്റെ വല്ലാത്ത ഒരുതരം തണുപ്പും ജീപ്പിൻ്റെ ടയറുകൾ ഫെറിയിലെ ലോഹത്തകടിൽ ഉണ്ടാക്കുന്ന ശബ്ദവും എനിക്കൊരു വല്ലാത്ത ആവേശമാണ് തന്നത്. അങ്ങനെ പുഴയൊക്കെ കടന്നതും ഞങ്ങൾ അവിടെ നിന്നും നേരെ കുന്നിൻ മുകളിലെ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടിരുന്ന ആ റെസ്റ്റ് ഹൗസിലേക്കാണ് പോയത്. മലമ്പാതകളിലൂടെ ആ ജീപ്പ് കുലുങ്ങിയും ആടിയും ഇലകളിൽ കാറ്റും തട്ടുമ്പോഴുണ്ടാകുന്ന ഷെൽക്കാര ശബ്ദവും ജീപ്പിൻ്റെ ഉള്ളിൽ നിന്നും ഞങ്ങൾ ഓരോ പറയുന്ന തമാശകളും അവിടുത്തെ അന്തരീക്ഷത്തിൽ അങ്ങനെ അലിഞ്ഞു ചേർന്നു. ആദ്യത്തെ 3-4 ദിവസം വല്ലാത്തൊരു ആഘോഷമായിരുന്നു. രാവിലെ തന്നെ ഇറങ്ങും എവിടെ നിന്നും? റെസ്റ്റ് ഹൗസിൽ നിന്നും. കൂട്ടുകാരുമൊത്ത് കർണഫുലി പുഴയുടെ തീരത്തേക്ക് ചെല്ലും. കിലോമീറ്ററോളം നടക്കും. പണി നടന്നുകൊണ്ടിരിക്കുന്ന ഡാമിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോകും. മണിക്കൂറോളം
ആ നിർമ്മാണ വൈഭവം നോക്കി അവിടെ അങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോകുന്നത് ആ കുന്നിൻ മുകളിലുണ്ടായിരുന്ന ചെറിയ ചെറിയ വഴികളിലൂടെയാണ്. അങ്ങനെ ആ വഴികളിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾ അങ്ങനെ അലഞ്ഞു നടക്കും. ആ പ്രകൃതിയുടെ വന്യമായ സൗന്ദര്യവും കാടിൻ്റെ നിശബ്ദതയും ഞങ്ങളെ അടിമുടി വല്ലാതെ അവിടെ മോഹിപ്പിച്ചു. പക്ഷേ ആ ശാന്തതയ്ക്ക് പിന്നിൽ ഭീകരമായ എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. രാത്രി കാലങ്ങളിൽ റെസ്റ്റ് ഹൗസിൻ്റെ ബാൽക്കണിയിൽ തനിച്ച് നിൽക്കുമ്പോൾ താഴെ കാടിൽ നിന്നും കേൾക്കുന്ന ചീവീടുകളുടെ കരച്ചിലിനും ദൂരെയുള്ള മരങ്ങൾ കാറ്റിലുലയുമ്പോഴുണ്ടാകുന്ന ശീൽക്കാര ശബ്ദത്തിനും ഒരു വല്ലാത്ത നിഗൂഢത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി തുടങ്ങി. ആ വനത്തിൽ നിന്നും വീശിയടിക്കുന്ന തണുത്ത കാറ്റ് എൻ്റെ കാതുകളിൽ എന്തോ ഒന്ന് മന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ പ്രകൃതിയുടെ നിശബ്ദത വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ ഗന്ധമാണെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. എങ്കിലും എൻ്റെ മനസ്സ് എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഈ ശാന്തത അത്ര നല്ലതിനല്ല എന്ന്. അങ്ങനെ എൻ്റെ ഒപ്പം വന്ന എൻ്റെ സുഹൃത്തുക്കളുടെ അവധിക്കാലം അവസാനിച്ചു. അവർക്ക് തിരികെ ജോലിക്ക് കയറണമായിരുന്നു. അവർ അവരുടെ ജീപ്പ് എനിക്കായി അവിടെ വിട്ടു നൽകി. എന്നിട്ട് എൻ്റെ സുഹൃത്തുക്കൾ സ്റ്റീമർ വഴി ചിക്കഗോങ്ങിലേക്ക് തിരിച്ചു. അവർ പോയതോടെ ആ റെസ്റ്റ് ഹൗസിൽ ഒരുതരം വല്ലാത്ത നിശബ്ദത തളം കെട്ടി നിന്നു. ബഹളങ്ങൾ അവസാനിച്ചു, കതർപറച്ചുകൾ അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. ഇപ്പോൾ ആ റെസ്റ്റ് ഹൗസിൽ ഞാൻ മാത്രമായി. ആ വലിയ ഹോളിൽ മുമ്പ് മുഴുകിക്കേട്ടിരുന്ന ഞങ്ങളുടെ ചിരിയും വർത്തമാനങ്ങളും ചുവരുകൾക്കുള്ളിൽ എവിടെയോ അലഞ്ഞു നടക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ എൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം പോലും അവിടെ പ്രതിധ്വനിച്ച് കേൾക്കുമായിരുന്നു. ഫാനിൻ്റെ കറക്കത്തിൽ പോലും ഒരു വല്ലാത്ത താളമുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ആ നിശബ്ദതയിൽ തളർന്നിരിക്കുവാൻ തയ്യാറായിരുന്നില്ല. ഈ ഏകാന്തത ഒരവസരമായി എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. കപ്തായിയുടെ ഉൾപ്രദേശത്തിലെ നിഗൂഢമായ കാടുകളും അവിടെയുള്ള ചക്മ ഗോത്രക്കാരുടെ ഗ്രാമങ്ങളും പുരാതനമായ ക്ഷേത്രങ്ങളും നേരിട്ട് കാണാമെന്നും, അതായത് ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ബുദ്ധക്ഷേത്രങ്ങളാണ്, അതെല്ലാം ഒന്ന് പോയി നേരിട്ട് കാണണമെന്നതായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ തയ്യാറായി. എൻ്റെ വിശ്വസ്തനായ റൈഫിൾ കയ്യിലെടുത്തു. അതിൻ്റെ തുകൽ ബെൽറ്റ് ചുമലിലേക്കിടുമ്പോൾ ആ ഭാരം എനിക്കൊരു ആത്മവിശ്വാസം തന്നു. കയ്യിലൊരു ബൈനോക്കുലറും കുടിക്കാൻ കുറച്ച് ചായയും നിറച്ച തെർമോ ഫ്ലാസ്കും ഞാൻ എടുത്തു. ജീപ്പിൻ്റെ സീറ്റിലേക്ക് അവയെല്ലാം എടുത്തു വെച്ചു. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഗർജനം ആ നിശബ്ദമായ കുന്നിൻ മുകളിൽ പടർന്നു പിടിച്ചു. എന്നിട്ട് കപ്തായി കാടുകളുടെ ആഴങ്ങളിലേക്ക് ഞാൻ ആ വണ്ടി തിരിച്ചു, അവിടേക്ക് വിട്ടു. അടുത്ത ഒരാഴ്ച എൻ്റെ ജീവിതം വല്ലാത്തൊരു താളത്തിലായിരുന്നു. പുലർച്ചെ തന്നെ ജീപ്പെടുത്ത് ഇറങ്ങും. കർണഫുലി പുഴയുടെ തീരത്തുള്ള മണൽപ്പാതയിലൂടെ കിലോമീറ്ററുകളോളം ഞാൻ വണ്ടി ഓടിച്ചു. പല സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴും കാടിൻ്റെ സ്വഭാവം വല്ലാതെ മാറും. ചിലയിടങ്ങളിൽ ഇരുട്ടടഞ്ഞ മരക്കൂട്ടങ്ങൾ, മറ്റ് ചിലയിടങ്ങളിലാകട്ടെ പച്ചപുതച്ച കുന്നുകൾ, മറ്റു ചിലയിടത്ത് പുഴയുടെ ശാന്തമായ തീരങ്ങൾ. വണ്ടി നിർത്തി കാടിനുള്ളിലേക്ക് നോക്കി. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മരച്ചില്ലകളിൽ പല നിറങ്ങളിലുള്ള പക്ഷികൾ പാറി നടക്കുന്നത് കാണാം. ആ കുറ്റിക്കാടിൻ്റെ ഇലകൾ തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ഒരു മർമ്മര ശബ്ദം വല്ലാത്ത സംഗീതം പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാടിൻ്റെ വന്യമായ ഗന്ധം നാസരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോൾ ഒരു വല്ലാത്ത ആനന്ദം എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. ചില ദിവസങ്ങളിൽ വേട്ടയാടാനും എനിക്ക് അവസരം കിട്ടാറുണ്ട്. 1-2 തവണ മനോഹരമായ സാംഭാമാനുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ശ്വാസമടക്കി പിടിച്ച് വിരലുകൾ ട്രിഗറിന്മേൽ അമർത്തിക്കൊണ്ട് ഞാൻ ഉന്നം പിടിച്ച് വെടിവെച്ചിട്ടുണ്ട്. കാടിനെ നടുക്കുന്ന ആ വെടിവെച്ചയുടെ ശബ്ദവും മാനിൻ്റെ ഒച്ചയും ഒരു വേട്ടക്കാരൻ എന്ന നിലയിൽ എനിക്ക് വലിയ ആവേശം പകർന്നു നൽകും. ആ ഇറച്ചി ജീപ്പിന് പിന്നിൽ കെട്ടിവെച്ച് റെസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ പാചകക്കാരൻ എന്നെ ഒരു നോട്ടം നോക്കും. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ തിളക്കം എന്നെ വല്ലാതെ ആനന്ദത്തിലാക്കും. അതിനു പുറമേ രാത്രിയിൽ മാനിറച്ചി കൂട്ടിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കരുതിയിട്ടുണ്ട്, ഈ കാണുന്നതാണ് കാടിൻ്റെ യഥാർത്ഥ മുഖമെന്ന്. പക്ഷേ ഓരോ മരത്തിന് പിന്നിലും ഓരോ കുറ്റിക്കാടിനിടയിലും കിലോമീറ്ററോളം ആരോ എന്നെ നിരീക്ഷിക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടുത്തെ നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരു വലിയ ഭീകരത ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കാണും. ചന്ദ്രഘോനയ്ക്കും കപ്തായ്ക്കും ഇടയിലുള്ള കർണഫുലിയുടെ മറുകരയിലായി ഒരു ചെറിയ ഗ്രാമമുണ്ട്. ചക്മ എന്നാണ് ആ ഗ്രാമത്തെ വിളിക്കുക. ആരോ എൻ്റെ മനസ്സിലിരുന്ന് പറയുന്നത് പോലെ
ഞാൻ ആ ഗ്രാമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ ആ ഗ്രാമം വരെ വണ്ടി പോകുകയില്ല. ജീപ്പ് പോകുന്ന അവസാന ഇടം വരെ ഞാൻ എൻ്റെ ജീപ്പിൽ പോയി. അതിനുശേഷം വഴിയിലേക്ക് ജീപ്പ് ഒതുക്കി നിർത്തി. പുഴ കടക്കാൻ അവിടെ ഒരു ചെറിയ തോണി ഉണ്ടായിരുന്നു. ആ തുഴക്കാരൻ്റെ സഹായത്തോടെ ഞാൻ ശാന്തമായി ഒഴുകുന്ന കർണഭൂലി മുറിച്ചു കടന്ന മറുകരയിൽ നമ്മൾ മുന്നേ പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോകുന്നതിൻ്റെ കരയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്നും ഞാൻ ഗ്രാമം ലക്ഷ്യമാക്കി പതിയെ നടന്നു തുടങ്ങി. എൻ്റെ തോളിൽ തൂങ്ങിയാടുന്ന ആ റൈഫിലിൻ്റെ ഭാരം വല്ലാത്ത ഒരു ആത്മവിശ്വാസമാണ് എനിക്ക് നൽകിയത്. അതിനു പുറമെ എൻ്റെ കഴുത്തിൽ ബൈനോക്കുലർ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ഫ്ലാസ്ക് നിറയെ ചായയും ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒരു സാഹസിക യാത്രയ്ക്ക് പോകുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പതിയെ ഗ്രാമത്തിലേക്ക് ചുവട് വെച്ചു. എന്നെ കണ്ടതും അവിടുത്തെ ഗ്രാമവാസികൾ വല്ലാതെ അമ്പരന്നു. അവരുടെ ഭാഷ എനിക്കറിയില്ല, എൻ്റെ ഭാഷ അവർക്കും. പക്ഷേ അവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയവും കൗതുകവും കലർന്നു. മുളയും മണ്ണും കൊണ്ട് നിർമ്മിച്ച കുഞ്ഞൻ വീടുകൾ, മുറ്റത്ത് കളിക്കുന്ന കുട്ടികൾ, അതൊരു ശാന്തമായ ഗ്രാമമായി തോന്നി. പക്ഷേ ഉള്ളിലേക്ക് ചെല്ലും തോറും ആ അന്തരീക്ഷത്തിൽ എന്തോ ഒരു പന്തികേട് എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ആളുകൾ കൂട്ടം കൂടി നിന്ന് എന്തോ രഹസ്യങ്ങൾ പറയുന്നത് പോലെ. നടന്ന് ഞാൻ ആ ഗ്രാമത്തിൻ്റെ അറ്റത്തുള്ള ഒരു വലിയ ബുദ്ധക്ഷേത്രത്തിൻ്റെ വാതിക്കലെത്തി. അതിൻ്റെ കവാടം കടന്ന് ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് കാറ്റിലെ തണുപ്പ് കൂടിയതുപോലെ അന്തരീക്ഷം വല്ലാതെ മുറുകിയിരിക്കുന്നു. മുറ്റത്ത് കുറേ സന്യാസിമാർ കൂടിയിട്ടുണ്ട്. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത വെപ്രാളം ഞാൻ കണ്ടു. അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ അവരാകെ നിശബ്ദരായി. എല്ലാവരുടെയും നോട്ടം എൻ്റെ നേരെയാണ്. ഞാനൊരു അപരിചിതനായതുകൊണ്ടായിരിക്കാം അവരെന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് എനിക്ക് തോന്നി. മറിച്ച് അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തോ വലിയ ദുരന്തത്തിൻ്റെ നിഴൽ അവരുടെ കണ്ണുകളിൽ എനിക്ക് കാണുവാനും കഴിഞ്ഞിരുന്നു. ഞാൻ തെർമോ ഫ്ലാസ്ക് തുറന്നു ഒരു കപ്പ് ചായ എടുത്ത് കുടിച്ചുകൊണ്ട് അവിടേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച എൻ്റെ ശരീരമാകെ നടുക്കിക്കളഞ്ഞു. എൻ്റെ കയ്യിൽ നിന്നും ആ കപ്പ് ചായ താഴേക്ക് വീണു. എൻ്റെ കണ്ണുകൾ ആ കാഴ്ചയിൽ തറഞ്ഞുപോയി. ആ കല്ലുപാകിയ തറയിൽ നിശബ്ദമായി ചോരയിൽ കുളിച്ച് ഒരു ശരീരം കിടക്കുന്നു. അത് വെറുമൊരു മൃതദേഹമായിരുന്നില്ല. അതൊരു ഭീകരമായ സത്യത്തിൻ്റെ ബാക്കി പത്രമായിരുന്നു. ഞാൻ പതുക്കെ താഴെ വീണ കപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്ന തെർമോ ഫ്ലാസ്കും വശത്തേക്ക് മാറ്റിവെച്ചു. എൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ വേഗത വല്ലാതെ കൂടി. ഞാൻ ആ ശരീരത്തിന് അടുത്തേക്ക് പതുക്കെ നീങ്ങി. അതൊരു യുവ സന്യാസിയുടെ മൃതദേഹമായിരുന്നു. അദ്ദേഹം ധരിച്ചിരുന്ന ആ പവിത്രമായ കാവി വസ്ത്രം മുഴുവൻ ചോരയിൽ മുങ്ങി കടും ചുവപ്പ് നിറമായിരുന്നു. ആ ചോര അപ്പോഴും ഉണങ്ങിയിട്ടില്ല. കല്ലുകൾക്കിടയിലുള്ള വിടവുകളിലൂടെ അത് പതുക്കെ ഒഴുകി മാറുന്നുണ്ട്. അതിൻ്റെ ആ വല്ലാത്തൊരു വന്യമായ മണം, ഇരുമ്പ് ചുവയുള്ള ആ രക്തഗന്ധം എൻ്റെ മൂക്കിലേക്ക് തുളച്ച് കയറി. എൻ്റെ ഉദരം വല്ലാതെ ഉരുണ്ടുമറിയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പതുക്കെ ആ ശരീരത്തിൻ്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. അയാളുടെ മുകളിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കാളി. ആ വസ്ത്രം കീറിപ്പറഞ്ഞ് തൂങ്ങിക്കിടക്കുന്നു. കടുവയുടെ ആ കൂർത്ത 10 നഖങ്ങൾ, ആഴ്ന്നിറങ്ങിയ ആഴത്തിലുള്ള മുറിവുകൾ, മാംസമപ്പാടെ പിഴുതെടുക്കപ്പെട്ട പോലെ. അയാളുടെ കഴുത്തിലും കയ്യിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. ആ മുറിവുകൾ കണ്ടാൽ തന്നെ അറിയാം അതൊരു സാധാരണ മൃഗമല്ല ചെയ്തത് എന്ന്. ഒരു വലിയ വേട്ടക്കാരൻ തൻ്റെ ഇരയെ കൊന്നു തള്ളിയതിൻ്റെ ലക്ഷണമാണ് എന്ന്. അതിനെ വലിച്ചിഴിച്ചു കൊണ്ടുപോകുവാൻ ശ്രമം നടത്തിയിരുന്നു. അടയാളങ്ങൾ അവിടെ വ്യക്തമാണ്. ആ യുവാവിൻ്റെ മുഖത്ത് ഇപ്പോഴും ആ അവസാന നിമിഷത്തെ ഭീകരത തളം കെട്ടി നിൽക്കുന്നുണ്ട്. കണ്ണുകൾ പാതി തുറന്ന നിലയിലാണ്. എന്തിനാണ് തന്നെ ഇങ്ങനെ കൊലപ്പെടുത്തിയതെന്ന ചോദ്യമായിരിക്കാം ആ കണ്ണുകളിൽ ബാക്കിയുണ്ടായിരുന്നത്. ഞാൻ തലയുയർത്തി ചുറ്റും നോക്കി. അവിടെ കൂടി നിന്ന സന്യാസിമാരെല്ലാം വല്ലാത്തൊരു മരവിപ്പോടെ എന്നെ നോക്കി. ആരും ഒന്നും മിണ്ടുന്നില്ല. ആ ക്ഷേത്രമുറ്റത്തെ കാറ്റിൽ പോലും മരണത്തിൻ്റെ തണുപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരു മുതിർന്ന സന്യാസി ഒരു വടിയും കുത്തിപിടിച്ച് എൻ്റെ അരികിലേക്ക് നടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചുളിവുകൾക്ക് പിന്നിൽ വലിയൊരു ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഒരു ദീർഘശ്വാസമെടുത്തു. അതിനുശേഷം യാതൊരു ആശങ്കയുമില്ലാതെ അയാൾ എന്നോട് പറഞ്ഞു, ഇതൊരു ഷേർഖാനാണ് ചെയ്തത് എന്ന്. കടുവയാണോ ഇതിന് പിന്നിൽ? എവിടെയാണ്? അവിശ്വസനീയതയോടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. സാധാരണ ഗ്രാമത്തിൽ ഇത്രയും അടുത്ത് കടുവകൾ വരാറില്ല. അദ്ദേഹം തൻ്റെ വിറയ്ക്കുന്ന കൈകൊണ്ട് ദൂരെയുള്ള ആ കാട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അതെ, അതൊരു നരഭോജിയാണ്.
മനുഷ്യരക്തത്തിൻ്റെ രുചി അറിഞ്ഞ ഭീകരൻ. കുറച്ചു കാലം മുമ്പ് ഒരു അമേരിക്കക്കാരൻ വേട്ടക്കാരൻ അതിൻ്റെ ഇണയായ ആൺകടുവയെ വെടിവെച്ചു കൊന്നു. അതിന് 3 കുഞ്ഞുങ്ങളാണുള്ളത്. ഭക്ഷണം തേടി പിടിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ പ്രതികാരമെന്ന വണ്ണം അവൾ മനുഷ്യരെ ആക്രമിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ നട്ടലിലൂടെ ഒരു തണുപ്പ് അരിച്ചു കയറി. കഴിഞ്ഞ ഒരു മാസത്തിനിടെ അവൾ 6 പേരെയാണ് കൊന്നത്. 4 ചക്മ ഗ്രാമവാസികളെയും 2 സന്യാസിമാരെയും. ചിലപ്പോൾ മൃതദേഹങ്ങൾ പോലും ഞങ്ങൾക്ക് കിട്ടാറില്ല. അവൾ ആ മൃതദേഹങ്ങൾ വലിച്ചിഴിച്ച് കാടിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. എന്നിട്ട് തൻ്റെ കുഞ്ഞുങ്ങളുമായി ചേർന്ന് ഭക്ഷിക്കും. ഞാൻ അവിടെ കിടന്നിരുന്ന ശരീരത്തിലേക്ക് വീണ്ടും നോക്കി. ആ സന്യാസി പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ആ കപ്തായി വനത്തിൻ്റെ നിശബ്ദതയിൽ ഒളിഞ്ഞിരുന്ന ആ ക്രൂരനായ കൊലയാളി അവനിപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് എന്നെ നിരീക്ഷിക്കുകയായിരിക്കാം. ആ കാവ്യവസ്ത്രത്തിലെ ചോരകൾ എന്നോട് എന്തോ വിളിച്ചു പറയുന്നത് പോലെ എനിക്ക് തോന്നി. അന്തരീക്ഷം വല്ലാതെ ഭാരമുള്ളതായി മാറി. മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റ് ഇപ്പോൾ ഒരു കരച്ചിൽ പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഒരു വലിയ വേട്ടയ്ക്കുള്ള സമയമായെന്ന് എൻ്റെ മനസ്സ് എന്നോട് മന്ത്രിക്കുവാൻ തുടങ്ങി. സന്യാസി എന്നോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ ചെവിക്കുള്ളിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. അറിയാതെ എൻ്റെ കൈകൾ എൻ്റെ റൈഫിളിൻ്റെ പിടിയിലേക്ക് മുറുകി. ഈ കാടിൻ്റെ പച്ചപ്പിനുള്ളിൽ ഇത്രയും ക്രൂരനായ ഒരു കൊലയാളി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എൻ്റെ ഉള്ളിൽ ആത്മസംഘർഷം കൊണ്ട് വീർപ്പ് മുട്ടി. ഞാൻ എന്തിനാണ് ഇതിൽ ഇടപെടുന്നത്? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പുഴ കടന്ന് എൻ്റെ സുരക്ഷിതമായ റെസ്റ്റ് ഹൗസിലേക്ക് പോകാം, തിരിച്ചു മടങ്ങാം. അങ്ങനെ മടങ്ങാൻ തന്നെയാണ് എൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ മുന്നിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ യുവാവിൻ്റെ ശരീരം എന്നെ അവിടെ തളച്ചിട്ടു. ഒരു വേട്ടക്കാരൻ എന്നതിലുപരി ഒരു മനുഷ്യനായി ഞാൻ ചിന്തിച്ചു. അതെ, ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഈ ആദങ്കോറിനെ എന്ന് വെച്ചാൽ നരഭോജിയെ കൊലപ്പെടുത്തണം. ഞാൻ ആ മുതിർന്ന സന്യാസിയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, സ്വാമി, ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഈ നരഭോജിയെ ഇങ്ങനെ വിടാൻ പറ്റില്ല. എന്നെ സഹായിക്കാൻ ഈ ഗ്രാമത്തിൽ നിന്നും ആരെങ്കിലും വരുമോ? അങ്ങനെ വന്നാൽ ഒരുമിച്ച് ആ കാട്ടിലേക്ക് പോകാം. അദ്ദേഹം സങ്കടത്തോടെ തലയാട്ടി. ഞങ്ങൾ സമാധാനത്തിൻ്റെ വഴി പിന്തുടരുന്നവരാണ് മോനെ. മാത്രമല്ല, ആ മൃഗത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ഭയമാണ്. അവൻ ഒരു സാധാരണ മൃഗമല്ല, സാക്ഷാൽ മരണമാണവൾ. അദ്ദേഹം പറഞ്ഞു. ഗ്രാമവാസികളുടെ കണ്ണുകളിലും അതേ ഭയം ഞാൻ കണ്ടു. അവർക്ക് ആ കടുവയെ നേരിടാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഒരു വഴി പറഞ്ഞു തന്നു. നീ ഈ ഗ്രാമത്തിൻ്റെ തലവനായ ഗാരോമയെ പോയി കാണണം. അദ്ദേഹത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയൂ. ഞാൻ പിന്നെ ഒട്ടും അവിടെ നിന്ന് വൈകിപ്പിച്ചില്ല. ആ ക്ഷേത്രമുറ്റത്ത് നിന്നും ഗോരാമയുടെ വീട്ടിൽ ലക്ഷ്യമാക്കി നടന്നു. ഗ്രാമത്തിലെ വീടുകൾക്കിടയിലുള്ള ഇടുങ്ങിയ വഴികളിലൂടെ നടക്കുമ്പോൾ വല്ലാത്ത നിശബ്ദതയാണ് ഞാൻ അനുഭവിച്ചത്. കളിച്ചു നടക്കേണ്ട കുട്ടികൾ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. മുറ്റത്ത് പണിയെടുക്കേണ്ട പുരുഷന്മാർ വീടിൻ്റെ വാതിലുകൾ പാതി അടച്ച് അകത്ത് ഭീതിയോടെ ഇരിക്കുന്നു. ആ വായുവിൽ പോലും മരണത്തിൻ്റെ ഭയമുണ്ടായിരുന്നു. ഗാരാമയുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ അവിടെ വലിയൊരു ഗാംഭീര്യം എനിക്ക് അനുഭവപ്പെട്ടു. മുടി നരച്ച് മുഖത്ത് കാടിൻ്റെ പരുക്കൻ അനുഭവങ്ങൾ എഴുതി ചേർത്ത ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു കസാരയിൽ ഇരുന്ന് തൻ്റെ മൺപൈപ്പിലൂടെ പുക വലിച്ചു വിടുകയാണ്. പൈപ്പിൽ നിന്നും ഉയരുന്ന പുകയ്ക്ക് ഉണങ്ങിയ ഇലകളുടെയും മണ്ണിൻ്റെയും ഒരു കയ്പുള്ള ഗന്ധമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്നു, കാര്യം വിവരിച്ചു. അദ്ദേഹം ഒന്നും മിണ്ടാതെ എൻ്റെ കണ്ണുകളിലേക്ക് ദീർഘനേരം നോക്കിയിരുന്നു. ആ നോട്ടത്തിൽ ഒരു ഗോത്രത്തലവൻ്റെ ഉത്തരവാദിത്വവും വേദനയും ഉണ്ടായിരുന്നു. ഒടുവിൽ അദ്ദേഹം തൻ്റെ പൈപ്പ് താഴ്ത്തി വെച്ചു. പതുക്കെ എഴുന്നേറ്റ് അകത്തേക്ക് നോക്കി. ഉറച്ച സ്വരത്തിൽ എന്തോ ആജ്ഞാപിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ഗ്രാമത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നായി 10 യുവാക്കൾ എൻ്റെ മുന്നിൽ വന്നു നിന്നു. അവരുടെ കൈകളിൽ നീളമുള്ളതും മൂർച്ചയുള്ളതുമായ കുന്തങ്ങളുണ്ടായിരുന്നു. ചിലരുടെ കൈകളിൽ മൃഗത്തിൻ്റെ തോലുകൊണ്ട് നിർമ്മിച്ച കട്ടിയുള്ള പരിചകളും, അതായത് ഷീൽഡ്. അവരുടെ മുഖത്ത് ഭയമുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാൾ വലുതായിരുന്നു നിശ്ചയദാർഢ്യം. ആ കണ്ണുകളിൽ ഞാൻ കണ്ടു സ്വന്തം ഗ്രാമത്തെ രക്ഷിക്കാൻ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ യോദ്ധാക്കളെ. ഇവർ നിന്റെ കൂടെ വരും, ഗാരോമ പറഞ്ഞു.
ഇവർക്ക് ഈ കാടിൻ്റെ ഓരോ മുക്കും മൂലയും അറിയാം. കടുവ എവിടെ ഒളിച്ചിരിക്കുമെന്നും എവിടെ കാണുമെന്നും ഇവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എൻ്റെ റൈഫിൾ ഒന്നുകൂടി പരിശോധിച്ചു. ചുമലിലേക്ക് ഇട്ടു. ആ 10 യുവാക്കളും ഞാനും പതുക്കെ കാടിൻ്റെ ഉള്ളിലേക്ക് ചുവടുകൾ വെച്ചു. ഗ്രാമത്തിൻ്റെ അതിർത്തി കടന്നതും കാടിൻ്റെ വന്യത ഞങ്ങളെ പൊതിഞ്ഞു. മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം മണ്ണിൽ വീഴാൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കരിയിലകൾക്ക് മുകളിലൂടെ ഞങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മടമട എന്ന ശബ്ദം പോലും ആ നിശബ്ദതയിൽ വലിയ വെടിയൊച്ച പോലെ മുഴങ്ങിക്കേട്ടു. കാടിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും തോറും തണുപ്പ് കൂടിക്കൂടി വന്നു. മണ്ണിൻ്റെ ചീഞ്ഞഴുകിയ ഇലകളുടെയും മണം അന്തരീക്ഷത്തിൽ വ്യാപിച്ചു നിന്നിരുന്നു. മുന്നിൽ നടന്ന യുവാവ് പെട്ടെന്ന് നിന്നു. അവൻ വിരലുകൾ ചൂണ്ടി താഴേക്ക് നോക്കാൻ ആംഗ്യം കാണിച്ചു. ഞാൻ പതുക്കെ കുനിഞ്ഞു നോക്കി. ഞാൻ മണ്ണിൽ മനുഷ്യൻ്റെ കൈപ്പത്തിയേക്കാൾ വലിയ ആ കാൽപ്പാടുകൾ, കടുവയുടെ പാദമുദ്രകൾ കണ്ടു. അവൾ കുറച്ചു മുമ്പ് ഇതുവഴി കടന്നുപോയതിൻ്റെ പാടുകൾ. എൻ്റെ ഹൃദയമിടിപ്പ് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു. ശ്വാസം പോലും വിടാൻ ഞാൻ ഭയപ്പെട്ടു. ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ കുറ്റിക്കാടിലേക്കും ഞങ്ങൾ കണ്ണുകൾ ഓടിച്ചു. ആ ശത്രു അവിടെ എവിടെയോ പതുങ്ങിയിരിപ്പുണ്ട്. ആ 10 യുവാക്കളും തങ്ങളുടെ കുന്തങ്ങൾ മുറുകെ പിടിച്ചു ചുറ്റും നോക്കി. പെട്ടെന്നാണ് ദൂരെ ഒരു മരച്ചില്ല വല്ലാതെ ഉലയുന്നത് ഞങ്ങൾ കണ്ടത്. വീണ്ടും ഞങ്ങൾ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നടന്നു. കാടിൻ്റെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്നു. കപ്തയ്ക്കും ചന്ദ്രഘോനയ്ക്കും ഇടയിൽ ആ നിഗൂഢമായ വനമേഖല. അവിടെ വെളിച്ചം വല്ലാതെ കുറവായിരുന്നു. മരങ്ങളുടെ കൂറ്റൻ വിതാനങ്ങൾ സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തിയിരുന്നു. താഴെ ഭൂമിയിൽ ഒരുതരം ഇരുണ്ട പച്ചപ്പ് പടർന്നിരുന്നു. ഓരോ ചുവടും വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ ശ്വാസം അടക്കിപ്പിടിച്ചു. കരിയിലകൾക്ക് മുകളിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ശബ്ദം പോലും ആ നിശബ്ദതയ്ക്ക് ഒരു വലിയ ഭംഗമാണ് ഉണ്ടാക്കിയത്. എൻ്റെ ഷർട്ടിനുള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഒലിച്ച് താഴേക്ക് പോയി. ചൂട് കൊണ്ടല്ല, മറിച്ച് എൻ്റെ ഉള്ളിലെ ആ ഭയം കൊണ്ടാണ് ഞാനിങ്ങനെ വിയർക്കുന്നത്. തൊട്ടടുത്ത് മരത്തിന് പിന്നിലുണ്ടോ, അതോ ആ കുറ്റിക്കാടിനുള്ളിൽ അവൾ മറഞ്ഞിരിക്കുകയാണോ, പതുങ്ങിയിരിക്കുകയാണോ എന്നെല്ലാം എൻ്റെ മനസ്സ് എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. മുന്നിൽ നടന്ന ആ 10 ചക്മ യുവാക്കൾ വല്ലാതെ ജാഗ്രതയിലായിരുന്നു. അവർ പരസ്പരം മിണ്ടുന്നില്ല. ആംഗ്യഭാഷയിലൂടെയാണ് അവർ ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ മുഖത്തെ പേശികൾ വലിയുന്നതും മുറുകുന്നതുമെല്ലാം ഞാൻ നോക്കിക്കണ്ടു. അങ്ങനെ ഞങ്ങൾ നടന്ന് മുന്നിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ മുന്നിൽ പോയ ഒരു യുവാവ് പെട്ടെന്ന് അവിടെ നിന്നു. അവൻ ഞങ്ങളെ താഴേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു. അതെ, അവിടെ ഒരു കടുവയുടെ കാലടയാളം വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. വലിയ കടുവയുടെ കാലടയാളം മാത്രമായിരുന്നില്ല, അവളുടെ കുഞ്ഞുങ്ങളുടെയും കാലടയാളങ്ങൾ അവിടെ വ്യക്തമായി കാണാമായിരുന്നു. ഞാൻ പതുക്കെ മനസ്സിൽ മന്ത്രിച്ചു. ആ മുദ്രകൾക്ക് ചുറ്റും പുതിയ ചോരത്തുള്ളികൾ ഇറ്റിറ്റ് വീണത് കാണാൻ കഴിഞ്ഞു. എൻ്റെ ചങ്ക് വല്ലാതെ ഇടിച്ചു. ആ ചോര ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. വായുവിൽ ഇപ്പോഴും ആ രക്തത്തിൻ്റെ ചുവയുള്ള ഗന്ധം നല്ലപോലെ അറിയാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നീങ്ങി. കാടിൻ്റെ ഓരോ മുക്കും മൂലയും ഭീകരത നിറഞ്ഞതായി ഞങ്ങൾക്ക് തോന്നി. പെട്ടെന്ന് മരങ്ങൾക്കിടയിൽ നിന്നും പക്ഷികൾ കൂട്ടമായി കരഞ്ഞുകൊണ്ട് പറക്കുന്നതും കുരങ്ങന്മാർ വല്ലാതെ ഉച്ചയിട്ട് മുന്നറിയിപ്പ് ശബ്ദങ്ങൾ നൽകുന്നതും ഞങ്ങൾ ശ്രദ്ധിച്ചു. കാടിൻ്റെ ഈ ഭാഷ എനിക്ക് സുപരിചിതമാണ്. ശത്രു തൊട്ടടുത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെ ജീവികൾ പ്രതികരിക്കുന്നത്. എൻ്റെ റൈഫിളിൻ്റെ ബാരൽ തണുത്തു വിറയ്ക്കുന്നു. ഞാനെൻ്റെ റൈഫിൾ ഒന്നുകൂടി മുറുകെ പിടിച്ചു. സേഫ്റ്റി ക്യാച്ച് ഒന്ന് റിമൂവ് ചെയ്തു. ശ്രദ്ധയോടെ വീണ്ടും ഞങ്ങൾ മുന്നിലേക്ക് നടക്കുവാൻ തുടങ്ങി. കുറച്ചു ദൂരം കൂടി ചെന്നപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കൂടി ഞങ്ങൾ കാണാനിടയായി. ഒരു മരച്ചില്ല വല്ലാതെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. അവിടെ മാംസം കടിച്ചു കീറിയതിൻ്റെ അടയാളങ്ങൾ, മണ്ണിൽ ചോരപ്പാടുകൾ ചിതറിക്കിടക്കുന്നു. ഇരയെ വലിച്ചിടിച്ചു കൊണ്ടുപോയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കൃത്യമായി കണ്ടു. ആ യുവാക്കൾ ഭീതിയോടെ മരങ്ങളിലേക്ക് നോക്കി, അതിൻ്റെ പിന്നിലേക്ക് നോക്കി. അവർക്ക് ഭാഗ്യമുണ്ട്. അവർക്കരികിൽ എവിടെയോ ആ നരഭോജി പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി. അവർ ഓരോരുത്തരായി മരത്തിൻ്റെ ഉയർന്ന ചില്ലിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. ഞാനും ഒരു വലിയ മരത്തിന് പിന്നിലേക്ക് പോവുകയും അവിടെ നിന്ന് മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയും ചെയ്തു.
പെട്ടെന്നാണ് ആ കാടിനെ നടുക്കുന്ന ആ ഗർജനം കേട്ടത്. അത് വെറുമൊരു മൃഗത്തിൻ്റെ കരച്ചിലായിരുന്നില്ല. ഈ കാടിൻ്റെ ആധിപത്യം തങ്ങളുടേതാണെന്ന് ഉറപ്പിക്കുന്ന ഒരു ഗർജനം തന്നെയായിരുന്നു അത്. തൻ്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്ന ശത്രുക്കൾക്ക് മരണത്താക്കീത് എന്ന നിലയിലായിരുന്നു ആ അലർച്ച. എൻ്റെ ചെവികൾ അടഞ്ഞുപോയതുപോലെ തോന്നി. അന്തരീക്ഷം വല്ലാതെ തണുത്തുറഞ്ഞു. മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റ് പോലും നിശ്ചലമായതുപോലെ തോന്നി. ഇപ്പോഴും ആ ഗർജനം അന്തരീക്ഷത്തിൽ നിന്നും നിലച്ചിരുന്നില്ല. അത് കപ്തായി വനത്തിൻ്റെ ഓരോ കോണിലും തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ കാതുകളിൽ ആ ശബ്ദം ഒരു ഇരമ്പൽ പോലെ ബാക്കിയായി. തൊട്ടു പിന്നാലെ ഞങ്ങൾക്കരികിലുണ്ടായിരുന്ന ആ ഇരുണ്ട കുറ്റിക്കാടുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൾ പുറത്തേക്ക് വന്നു. നരഭോജിയായ ആ കടുവ. ജീവിതത്തിൽ ഒരുപാട് വന്യമൃഗങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭീകരമായ ഒരു കാഴ്ച എൻ്റെ ഓർമ്മയിൽ പോലുമില്ല. ആ കാടിൻ്റെ നിഴലുകളിൽ നിന്നും അവൾ വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ ആ ശരീരത്തിൻ്റെ ഓരോ പേശികളും ഇളകുന്നത് എനിക്ക് കാണാമായിരുന്നു. ആ കടുവയുടെ തോടുകൾക്കും കഴുത്തിനും ഒരു പാറയുടെ കരുത്തുണ്ടായിരുന്നുവെന്ന് തോന്നിപ്പോയി. വലിപ്പമേറിയ ആ തലയും അതിൻ്റെ ജ്വലിക്കുന്ന ആ മഞ്ഞ കണ്ണുകളും എന്നെ തന്നെയാണ് ഉന്നം വെച്ചിരിക്കുന്നത്. ആ കടുവയുടെ ശരീരത്തിലെ ആ കറുത്ത വരകൾ ഒരു മരണത്തിൻ്റെ മാപ്പായി എനിക്ക് തോന്നി. ഓരോ ചുവടും ആ കടുവ മുന്നിലേക്ക് വെക്കുന്നത് വല്ലാത്ത ഒരു ശബ്ദത്തോടെയായിരുന്നു. പക്ഷേ ആ ഓരോ ചുവടിലും ഈ കാടിൻ്റെ മുഴുവൻ അധികാരവും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ റൈഫിൾ തോളിലേക്ക് ഉയർത്തി വെച്ചു. എൻ്റെ ബാരലിൻ്റെ മുന്നിൽ ഇപ്പോൾ ആ കടുവയെ കാണുവാൻ കഴിയും. എൻ്റെ വിരലുകൾ ഇപ്പോൾ ഇരിക്കുന്നത് ട്രിഗറിൻ്റെ മേളിലാണ്. എങ്കിലും ഞാൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പതറരുത്, പതറിയാൽ തീർന്നു, ഞാൻ എന്നോട് തന്നെ മന്ത്രിച്ചു. എൻ്റെ നെറ്റിയിലൂടെ വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങി കണ്ണുകളിലേക്ക് വീഴുന്നു. വായുവിൽ ആ കടുവയുടെ വന്യമായ ഗന്ധം പടർന്നു. ചീഞ്ഞ മാംസത്തിൻ്റെയും മൃഗത്തിൻ്റെയും വിയർപ്പിൻ്റെ ഒരു വല്ലാത്ത രൂക്ഷമായ ഗന്ധം. ആ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കാളി. കടുവ അത്രയും അടുത്തെത്തിയിരുന്നു. മരത്തിന് മുകളിലിരുന്ന യുവാക്കളുണ്ടല്ലോ, അവരുടെ കുന്തങ്ങൾ അവർ മുറുകെ പിടിച്ചു. അവരുടെ ശ്വാസം പോലും നിലച്ചു പോയ പോലെ തോന്നി. അവർക്കിനിയും ചെയ്യാൻ പറ്റുന്നത് ഒന്നു മാത്രമാണ്, എന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി അവരുടെ കയ്യിലുണ്ടായിരുന്ന കുന്തങ്ങൾ മുന്നിലേക്ക് നീട്ടുക. ഒറ്റ കുതിപ്പിന് ആ കടുവ എൻ്റെ മേലേക്ക് വന്ന് വീഴുമ്പോൾ ആ കുന്തങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. കടുവ പതുക്കെ ഒരു വശത്തേക്ക് നീങ്ങി. അവൾ ഞങ്ങളെ വളയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇരയെ ആക്രമിച്ച് കൊല്ലുന്നതിന് മുന്നേ ഇരയ്ക്ക് ചുറ്റും ഒരു വലം വയ്ക്കുന്നത് അതൊരു മരണ നൃത്തം പോലെയാണ് തോന്നിയത്. അവൾ പതുക്കെ പിന്നോട്ടൊന്നാഞ്ഞു. അവളുടെ പിൻകാലുകൾ മണ്ണിൽ ആഴത്തിലിറങ്ങി. വാൽ വശങ്ങളിലേക്ക് പതുക്കെ ആടുന്നു. അത് എന്നെ ഇപ്പോൾ ആക്രമിക്കുവാൻ പോകുകയാണ്. ശരീരത്തിലെ മുഴുവൻ ഊർജവും ഒരു ബിന്ദുവിലേക്ക് അവൾ കേന്ദ്രീകരിച്ചു. കാടിനെ ഒന്നടങ്കം നിശബ്ദമാക്കിയിരുന്ന ആ നിമിഷം പെട്ടെന്ന് മാറി. അവൾ എനിക്ക് നേരെ ആഞ്ഞു കുതിച്ചു. വായുവിൽ പടർന്ന ഒരു വലിയ നിഴൽ പോലെ അവൾ എൻ്റെ നേരെ പാഞ്ഞെടുത്തു. അവളുടെ നഖങ്ങൾ വിടർന്നിരുന്നു. വായ പിളർന്ന് ആ കൂർത്ത പല്ലുകൾ പുറത്തേക്ക് കാണാമായിരുന്നു. ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ അവൾ എനിക്ക് നേരെ പാഞ്ഞെടുത്തു. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം അലറി. ഞാൻ റൈഫിലിൻ്റെ കാഞ്ചി വലിച്ചു. പക്ഷേ ആ വേഗത അത് സങ്കല്പിക്കുന്നതിനും അപ്പുറമായിരുന്നു. വെടിവെച്ച കാടിനെ നടുക്കിയ നിമിഷം അവൾ തൻ്റെ ദിശ ഒന്നു മാറ്റി. മണ്ണിൽ നിന്നും പൊടിപടലങ്ങൾ ഉയർന്നു. അവൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്കാണ് വന്നിടിച്ചത്. അവിടെ നിന്നും നിലത്തേക്ക് വീണു. എൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ അവളുണ്ട്. എനിക്കിപ്പോൾ അവളുടെ ശ്വാസത്തിൻ്റെ ചൂട് പോലും അനുഭവിക്കുവാൻ കഴിയും. അടുത്ത നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആദ്യത്തെ വെടിവെച്ച ആ കാടിൻ്റെ നിശബ്ദതയെ തന്നെ കീറി മുറിച്ച് കളഞ്ഞിരുന്നു. റൈഫിലിൽ നിന്നും പുറപ്പെട്ട ആ വെടിയുണ്ട കടുവയുടെ തൊട്ടടുത്തു കൂടിയാണ് ചീറിപ്പാഞ്ഞു പോയത്. വെടിമരുന്നിൻ്റെ രൂക്ഷമായ ഗന്ധം എൻ്റെ മൂക്കിലേക്ക് ഇപ്പോൾ അടിച്ചു കയറുന്നുണ്ട്. തോക്കിൻ്റെ കുഴലിൽ നിന്ന് നേർത്ത പുക ഇപ്പോഴും ഉയരുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ആ നരഭോജി ഒരു ഭയവുമില്ലാതെ കിടക്കുകയാണ്. അവളിപ്പോൾ എഴുന്നേറ്റിരിക്കുന്നു. ഇനിയും ഏത് നിമിഷവും ആ ക്രുദ്ധനായ കടുവ എൻ്റെ നേരെ ആക്രമണം അഴിച്ചുവിട്ടേക്കാം. എന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല. ഞാൻ എൻ്റെ ധൈര്യം സംഭരിച്ചു. റൈഫിൽ വീണ്ടും ആ കടുവയുടെ നേരെ ചൂണ്ടി. അവൾ ഇപ്പോൾ വശങ്ങളിലേക്ക് നടക്കുകയാണ്. എന്നെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട്
വശങ്ങളിലൂടെ എന്നെ വലം വയ്ക്കാൻ പോകുകയാണെന്ന് മനസ്സിലായി. ഇനിയും ഏത് നിമിഷവും ഒരാക്രമണം കൂടി നടന്നേക്കാം. ആ ആക്രമണത്തെ എനിക്ക് ചെറുത്ത് നിൽക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നെ സഹായിക്കുവാൻ വേണ്ടി അവിടേക്കെത്തിയ 10 പേരും കടുവയെ ഭയന്നുകൊണ്ട് ആ മരത്തിൻ്റെ മുകളിൽ പേടിച്ചിരിക്കുകയാണ്. അവരുടെ കൈവശമുണ്ടായിരുന്ന കുന്തങ്ങൾ നിലത്തേക്ക് അതിന് നേരെ എറിയുവാനാണ് അവർ പദ്ധതിയിടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും അധിക സമയം ഈ കടുവയുമായി എനിക്ക് പോരാടി നിൽക്കാൻ സാധിക്കുകയില്ല. ഈ റൈഫിലിൻ്റെ ഉണ്ട കൃത്യമായി അതിൻ്റെ ഹൃദയത്തിൽ തന്നെ തറച്ചു കയറിയാൽ അതിൻ്റെ കഥ ഇതോടെ ഇവിടെ കഴിയും. ഇല്ല എങ്കിൽ ആ കടുവ എൻ്റെ കഥ ഇവിടെ തീർക്കും. എൻ്റെ പോയ ധൈര്യം മുഴുവൻ സംഭരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ റൈഫിൽ മുറുകെ എടുത്തു. എൻ്റെ തോളിലേക്ക് ചേർത്ത് വെച്ചു. ആ കാഞ്ചിന്മേൽ വിരൽ വെച്ചു. ആ കടുവ എനിക്ക് നേരെ ചാടുമ്പോൾ കൃത്യമായി അതിൻ്റെ ചങ്കിലേക്ക് തറച്ചു കയറുന്ന രീതിയിൽ നിറയൊഴിക്കണമെന്ന് ഞാൻ കണക്ക് കൂട്ടി. ആ ഒരു നിമിഷത്തിന് വേണ്ടി വീണ്ടും തയ്യാറെടുത്തു. ആ കടുവയുടെ കണ്ണുകൾ ഇപ്പോൾ എൻ്റെ കണ്ണുകളിലേക്ക് ഉടക്കിയിരിക്കുന്നു. അതിൻ്റെ പിൻകാലുകൾ മണ്ണിലേക്ക് താഴ്ത്തി ഒരു ശക്തമായ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ്. അതിൻ്റെ വാലുകൾ വല്ലാതെ നിലത്തിട്ട് ആട്ടുകയും അടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ണടച്ചു കുറക്കുന്ന സമയം കൊണ്ട് അത് കുതിച്ച് വീണ്ടും ചാടി. ഇമകൾ വെട്ടുന്ന നിമിഷം കൊണ്ട് എൻ്റെ റൈഫിൽ ഗർജിച്ചു. അതിൽ നിന്നും തീയുണ്ട കൃത്യം ആ കടുവയുടെ ചങ്കിലേക്ക് തറച്ചു കയറി. വായുവിൽ വെച്ച് തന്നെ കൃത്യമായി ഹൃദയത്തിലേക്ക് തിര തറച്ചു കയറിയതും അതിൻ്റെ ചാട്ടം പിഴച്ച് നിലത്തേക്ക്, അതായത് എൻ്റെ ഇടതുവശത്തേക്ക് ആ കടുവ വന്നു വീണു. ആ പെൺകടുവ വന്നു വീണു. നിലത്ത് കിടന്ന് അവൾ വല്ലാതെ പിടയുകയാണ്. എനിക്ക് റീലോഡ് ചെയ്യുവാൻ സമയം വേണം. ഞാൻ മുകളിൽ ഇരുന്നവരോട് ആഘോഷിച്ചു അവൾക്ക് നേരെ കുന്തങ്ങൾ വലിച്ചെറിയുവാൻ. പറഞ്ഞു തീരുന്ന സമയം കൊണ്ട് തന്നെ അവരുടെ മൂർച്ചയേറിയ കുന്തങ്ങൾ എടുത്തുകൊണ്ട് അവർ നിലത്തേക്ക് ചാടുകയും നിലത്ത് കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്ന ആ കടുവയ്ക്ക് നേരെ ആഞ്ഞ് എറിയുകയും ചെയ്തു. ഓരോന്നും ശരം കണക്കെയാണ് ആ കടുവയുടെ ശരീരത്തിലേക്ക് തുളച്ച് കയറിക്കൊണ്ടിരുന്നത്. ഹൃദയത്തിൽ തറച്ചു കയറിയ ആ തിര ഉറപ്പായും അതിനെ ജീവൻ എടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും മരണം എത്രയും വേഗത്തിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ തലയിലും കഴുത്തിലും നെഞ്ചിലുമെല്ലാം ആ 10 പേരും കുന്തങ്ങൾ കുത്തിയിറക്കി. അതിനെ അവിടെ വെച്ച് തന്നെ കൊന്നു, കൊലപ്പെടുത്തി. കടുവയുടെ ശരീരത്തിൽ നിന്നും രക്തം ആ മണ്ണിലേക്ക് ഒലിച്ചിറങ്ങുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. അതിൻ്റെ കണ്ണുകൾ മലക്കെ തുറന്നു കിടന്നിരിക്കുകയായിരുന്നു. അതിൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ നിഴലിച്ച് കാണാൻ കഴിയുന്നത് ഒരു സങ്കടം മാത്രമാണ്. ഇനിയും അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരാഹാരം കൊടുക്കും എന്ന ചോദ്യമായിരിക്കാം അതിൻ്റെ കണ്ണിൽ നിഴലിച്ച് നിന്നിരുന്നത്. എന്നാൽ ആ 3 കുട്ടികളെയും വെറുതെ വിടുവാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. എനിക്കൊപ്പമുണ്ടായിരുന്ന ആ നാട്ടുകാരായ യുവാക്കൾ എന്നോട് പറഞ്ഞു, ആ 3 കുഞ്ഞുങ്ങളെയും കണ്ടുപിടിക്കണം, അവയെയും കൊന്നുകളയണം. ഇല്ലെങ്കിൽ അവ ഉറപ്പായും നമ്മളെ തേടി വരും. മനുഷ്യൻ്റെ രക്തത്തിൻ്റെ രുചി അറിഞ്ഞ കടുവ കുട്ടികളാണ്, പിശാചുക്കളാണ്. അതിനെയും ഈ വനത്തിൽ തന്നെ കൊന്നു കുഴിച്ചു മൂടണം. ആ തീരുമാനത്തിൽ ഞങ്ങൾ അവിടെയെല്ലാം അരിച്ചു വെറുക്കുവാൻ തുടങ്ങി. ഇനിയും ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല. കാരണം തള്ളക്കടുവ പോയിരിക്കുന്നു. കുട്ടികളെ കണ്ടെത്തി കൊല്ലുക എന്ന ലക്ഷ്യം നിറവേറ്റുവാൻ വേണ്ടി ഞങ്ങൾ അവിടെയാകെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തി. അങ്ങനെ ഒടുവിൽ ഒരു കുറ്റിക്കാടിൽ നിന്നും കുട്ടികളുടെ കരച്ചിൽ ഞങ്ങൾ കേട്ടു. എൻ്റെ റൈഫിൽ ഞാൻ റീലോഡ് ചെയ്ത് ഞങ്ങൾ അത് ലക്ഷ്യമാക്കി അവിടേക്ക് പോയി. ഞങ്ങളുടെ ഉദ്ദേശം ശരിയായിരുന്നു. ആ 3 കുഞ്ഞുങ്ങളും ആ കുറ്റിക്കാടിനുള്ളിൽ അതിൻ്റെ അമ്മയെ പ്രതീക്ഷിച്ച് പതുങ്ങിയിരിക്കുകയായിരുന്നു. എൻ്റെ റൈഫിൽ തുടരെ 3 തവണ ഗർജിച്ചു. 3 തവണയും ഗർജിച്ചപ്പോൾ ആ 3 കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഞാൻ ചെയ്തത് ഒരു വലിയ ക്രൂരതയായി തോന്നാം. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചിയറിഞ്ഞ കുഞ്ഞുങ്ങളാണവ. അവ വളർന്നു വരുമ്പോൾ ഉറപ്പായും നരഭോജികൾ തന്നെയാകുകയുള്ളൂ. അവർക്കറിയാം മനുഷ്യനും അവരുടെ ഇരയാണെന്ന്. അതുകൊണ്ട് ഉറപ്പായും മനുഷ്യനെ തേടിയും അവർ ഇറങ്ങും. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും എത്ര ഗ്രാമീണരുടെ ജീവൻ പൊലിഞ്ഞു പോകുമെന്ന് പറയുവാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.